ഗുഡ് ഈവനിങ്. നമുക്കെല്ലാവർക്കും അറിയാം സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. അപ്പോൾ ഞാൻ ഡോക്ടർ അനീഷ്, എൻഡോക്രൈനോളജിസ്റ്റ്, എൻഡോഡൈവ് സെന്റർ, പെരിന്തൽമണ്ണ. നമുക്കെല്ലാവർക്കും അറിയാം ഈ വർഷത്തെ ലോക ഹൃദയ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് യൂസ് ആർട്ട് ഫോർ ആക്ഷൻ. അതായത് നമ്മൾ ഹൃദയത്തിന്റെ ആരോഗ്യം നന്നായി സംരക്ഷിക്കുക എന്ന ആശയം വെച്ചിട്ടാണ്. അപ്പോൾ പ്രമേഹവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് തടയാൻ എന്തെല്ലാം ചെയ്യാം? അപ്പോൾ പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗത്തിന്റെ സാധ്യത 2 ഇരട്ടിയാണ്. അതിൽ പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് ഹൃദ്രോഗം വരുമ്പോൾ ഉണ്ടാവുന്ന വേദന അറിയണമെന്നില്ല. എന്തുവാന്ന് വെച്ചാൽ അവരുടെ പ്രമേഹ രോഗികളിൽ ന്യൂറോപ്പതി കാരണം അവരുടെ ഞരമ്പുകളെ ബാധിക്കുന്നത് കാരണം അവർക്ക് വേദന, വിയർപ്പ് ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. പിന്നെ പ്രമേഹ രോഗികളിൽ ഹൃദയ രോഗം കൂടുതലായി കണ്ടുവരുന്നു, അത് നേരത്തെ കണ്ടുവരും. അപ്പൊ അത് തടയാനുള്ള മാർഗം എന്ന് പറയുന്നത് ABC. എ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ 3 മാസത്തെ HbA1c 7-ൽ താഴെ നിലനിർത്തുക. B എന്ന് പറയുന്നത് BP, നമ്മുടെ ബ്ലഡ് പ്രഷർ ഒരു 130/80 നിലനിർത്തുക. C എന്ന് പറയുന്നത് കൊളസ്ട്രോൾ, അതായത് നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോൾ 200-ന്റെ താഴെയും നമ്മുടെ LDL എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ 100-ന്റെ താഴെ. ഹൃദ്രോഗം വന്നിട്ടുള്ള ആളുകളിലാണെങ്കിൽ അത് 70-ൽ താഴെ നിർത്തുക. HDL എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോളാണ്, അത് സ്ത്രീകളിൽ 50-ന്റെ മേലെയും പുരുഷന്മാരിൽ 40-ന്റെ മേലെയും ആയിട്ട് നിർത്തുക. അതേപോലെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് 150-ന്റെ താഴെയായിട്ട് നിർത്തുക. വേറെ ചെയ്യേണ്ടത് 150 മിനിറ്റെങ്കിലും നമ്മൾ ഒരു ആഴ്ചയിൽ വ്യായാമം, എല്ലാ പ്രമേഹ രോഗികളും 150 മിനിറ്റെങ്കിലും വ്യായാമം ഒരാഴ്ചയിൽ വ്യായാമം ചെയ്യുക. ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ 30 മിനിറ്റ് വെച്ച് 5 ദിവസമെങ്കിലും നടക്കുക. ഇനി ഭയങ്കര ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 60 മിനിറ്റ് വെച്ചിട്ട് ആഴ്ചയിൽ 3 ദിവസം ചെയ്യുക. ഒരു 6 to 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക. അതിനെയാണ് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പ്രമേഹ രോഗികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് 6 to 8 hours സ്ലീപ്പെങ്കിലും ഉറങ്ങുക. പ്രമേഹ രോഗികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അമിതവണ്ണമുള്ളവരാണെങ്കിൽ അമിതവണ്ണം കുറയ്ക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ അമിതവണ്ണമുള്ളവരാണോ അല്ലേ എന്നറിയുക? നമ്മുടെ ഉയരം സെന്റിമീറ്ററിൽ എത്രയാവുന്നോ വരുന്നത്. ഇപ്പോൾ ഉദാഹരണം 170 സെന്റിമീറ്റർ ഉള്ള ഒരാളാണെങ്കിൽ 170 - 100, അതായത് 70 കിലോഗ്രാം ആണ് അയാളുടെ ഐഡിയൽ ബോഡി വെയിറ്റ്. പിന്നെ ചെയ്യുന്നത് നമ്മുടെ അരവണ്ണം, വേസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഏഷ്യക്കാർക്ക് സ്ത്രീകളിൽ 90 സെന്റിമീറ്ററിന്റെ താഴെയും പുരുഷന്മാരിൽ 80 സെന്റിമീറ്ററിന്റെ താഴെയായി നിങ്ങൾ നിലനിർത്തുക. അപ്പം മദ്യപാനമുള്ളവരാണെങ്കിൽ അത് നിർത്തുക, പുകവലിയുള്ളവരാണെങ്കിൽ അത് നിർത്തുക, സ്ട്രെസ്, ടെൻഷൻ കുറയ്ക്കുക. ഇതെല്ലാം ചെയ്താൽ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യവും എസ്പെഷ്യലി പ്രമേഹ രോഗികളിൽ നല്ലതായിരിക്കും. ഇത് ചെയ്ത് പ്രമേഹ നിയന്ത്രണവും നല്ല ഹൃദയാരോഗ്യവുമായി നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുക. താങ്ക് യു.